പാലക്കാട് തൃത്താലയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമായി പള്ളി നേർച്ച. ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് നേതാക്കളുടെ ചിത്രം ഇടം പിടിച്ചത്. നേതാക്കളായ ഉസ്മയിൽ ഹനി, യഹിയ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം? ഇങ്ങനെ ഒരു എഴുന്നള്ളിപ്പ് അതെന്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു? രഞ്ജിത്ത്, ഈ തൃത്താല നേർച്ച എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ അത് തീർത്തും പള്ളി നേർച്ചയായി തന്നെയായിരുന്നു ആചരിച്ചു വന്നിരുന്നത്. അല്ലെങ്കിൽ ഒരു മതവിഭാഗം മാത്രമായിരുന്നു അത് ആചരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അത് അല്ലെങ്കിൽ ഇപ്പോഴത് ഒരു ദേശം മുഴുവൻ, അതായത് ആ നാട് മുഴുവൻ ആഘോഷിക്കുന്ന, ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ദേശോത്സവമായി തന്നെയാണ് തൃത്താല നേർച്ച ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത്. ഇതിലാണ് ഈ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമായി എത്തിയിരിക്കുന്നത്. ഈ നേർച്ചയുടെ ഭാഗമായുള്ള ഘോഷയാത്രയിൽ ഈ ആനകളുടെ ഈ തിടമ്പിന് പകരം ഈ നേതാക്കന്മാരുടെ ഈ ഫോട്ടോ പൊക്കി കാണിക്കുകയായിരുന്നു. ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, അതുപോലെ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്രുള്ള, ഈ 3 നേതാക്കന്മാരുടെ ഫോട്ടോകളാണ് ഉയർത്തിക്കാട്ടിയത്. ഇതിൽ ഉയരുന്ന ഒരു വിവാദം, അത് കുട്ടികളടക്കം, ചെറിയ കുട്ടികളുടെ അടക്കം കൈകളിൽ ഇവരുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഒപ്പം വലിയ രീതിയിലുള്ള ആർപ്പുവിളികളും ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഈ നേതാക്കന്മാരുടെ ഫോട്ടോ ഉയർത്തിയ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. കാരണം ഫലസ്തീൻ നിലപാട്, അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയോട് ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പലപ്പോഴും ഈ തീവ്രവാദ സംഘടന എന്ന് പല രാജ്യങ്ങളും മുദ്രകുത്തുന്ന, അല്ലെങ്കിൽ പാക് അനുകൂല നിലപാടെടുക്കുന്ന ഇത്തരം നേതാക്കന്മാരുടെ ഫോട്ടോകൾ എന്തിനാണ് ഈ കേരളത്തിലെ ഒരു ആഘോഷത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അവർക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആഘോഷത്തിൽ എന്തിനാണ് ഈ നേതാക്കന്മാരുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടുന്നത്? അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ ഉത്സവത്തിൽ ഈ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരം നേതാക്കളുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടിയതാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത്. കാരണം ഫലസ്തീൻ നിലപാട് സ്വീകരിച്ച്, അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല നേതാക്കന്മാരും രാഷ്ട്രീയ, സിനിമ, സാംസ്കാരിക മേഖലയിലുള്ളവരൊക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇത്തരത്തിൽ ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ചിത്രമല്ല ഉയർത്തിക്കാട്ടുന്നത്. മറിച്ച് ഫലസ്തീൻ കഫിയ, അല്ലെങ്കിൽ ഫലസ്തീൻ തണ്ണിമത്തം പോലുള്ള പ്രതീകങ്ങൾ, അത്തരം കാര്യങ്ങളാണ് എല്ലായ്പ്പോഴും ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമായി ഉയർത്തിക്കാട്ടാറ്. എന്നാൽ ഈ ആഘോഷത്തിൽ, അതും ഒരു ഉറൂസ് ചടങ്ങിൽ, അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ ഒന്നാകെയുള്ള ആഘോഷ പരിപാടികളിൽ ഉയർത്തിക്കാട്ടിയത് അവിടുത്തെ നേതാക്കന്മാരുടെ ഫോട്ടോകൾ, അതും പലപ്പോഴും ഇന്ത്യക്ക് എതിർപ്പുള്ള നേതാക്കന്മാർ, അല്ലെങ്കിൽ പാക് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന നേതാക്കന്മാരുടെ ഫോട്ടോകൾ അത് ഉയർത്തിക്കാട്ടി എന്നതാണ് ഈ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്, രഞ്ജിത്ത്. ഒപ്പം തന്നെ ഇത് ആദ്യകാലങ്ങളിൽ ഈ തൃത്താല നേർച്ച എന്നത് ഒരു പള്ളിയുടെ ആഘോഷമായി, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആഘോഷം മാത്രമായി ആയിരുന്നു നിലനിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് എല്ലാ മതവിഭാഗങ്ങളുടെയും, അല്ലെങ്കിൽ ആ ഒരു നാടിന്റെ ഒന്നാക്കിയ ആഘോഷമാണ്. അവിടെ പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നിലപാട് വന്നു? ഒരിക്കലും ഈ വിമർശിക്കുന്നവർ പോലും പറയുന്ന കാര്യം, ഒരിക്കലും ഞങ്ങൾ ഫലസ്തീന് എതിരല്ല, അല്ലെങ്കിൽ ഗസയിലെ ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എതിരല്ല. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ പല രാജ്യങ്ങളും തീവ്രവാദി സംഘടന എന്ന് മുദ്രകുത്തിയ ഹമാസിന്റെ നേതാക്കളുടെ ഫോട്ടോകൾ ഉയർത്തിക്കാട്ടി എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നതും വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നതും. അതാണ് സാഹചര്യം. ഏതായാലും ഇത് പലവിധ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.